ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ നല്ലൊരു 4 മണി പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളിതിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുമ്പ് ചീനച്ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയം നമുക്കൊരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ എരിവിനാവശ്യമായിട്ടൊരു പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയം നമുക്കിതിലേക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ഉള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മസാലപ്പൊടിയുടെ ഒക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇരുമ്പ് ചീനച്ചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്നൊക്കെ ആ തേങ്ങയിൽ നിന്നുള്ള എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അപ്പോൾ ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മളിതാ ഇതിലേക്ക് ചെമ്മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇവിടെ ചെറിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. വലിയ ചെമ്മീനാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി നമ്മൾ മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. മൊത്തത്തിലൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മളിത് 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പോൾ ഇതാ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം ഇതിൽ നിന്ന് വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ഇതിലേക്കുള്ള ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലുള്ള ആ ഒരു ബാലൻസുള്ള ആ ഒരു വെള്ളം ഒന്ന് നമ്മൾ വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്തിരി ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഒരു 1-2 മിനിറ്റ് ഒന്ന് ഇതേ രീതിയിലൊന്ന് ഇളക്കിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു മിക്സ് നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ചെമ്മീനൊക്കെ വറുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതേ രീതിയിലൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ നമ്മളൊട്ടും വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ചെമ്മീനിൻ്റെ ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചും കിട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് 2 കപ്പ് അളവിൽ ഇടിയപ്പത്തിൻ്റെയൊക്കെ ഒരു മിനുസപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കുറച്ചായിട്ടൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്ത് നോക്കാം. ഈ ഒരു പാകത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മളതിലേക്ക് ഇത്തിരി തേങ്ങ ചിരകിയതും കൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ചെമ്മീൻ മസാലയും കൂടി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓരോരോ ഉരുളകളാക്കിയിട്ട് എടുത്തിട്ട് ഇതേ ഭാഗത്തിലാണ് കേട്ടോ നമ്മൾ ഉരുട്ടിയെടുക്കുന്നത്. ഈ ഒരു മാവ് കുഴക്കുന്ന സമയം നമ്മൾ പച്ചവെള്ളം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തിട്ടുള്ളത്. നല്ലതുപോലെ തന്നെ കൈവച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മാവ് പൊട്ടിപ്പോകുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതേ പാകത്തിലാണ് കേട്ടോ ഞാൻ ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഒന്ന് നമുക്ക് കൈവച്ചിട്ട് ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ആ തേങ്ങയിലേക്കൊന്ന് ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതേ രീതിയിലൊന്ന് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 ചെമ്മീൻ മസാല ഉണ്ടപ്പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ബാക്കി വന്നിട്ടുള്ള ഒരു ചെമ്മീൻ മസാല ചോറിന് കഴിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാവിലേക്ക് ഇത്തിരി തേങ്ങയും പഞ്ചസാരയും കൂടെ മിക്സ് ആക്കിയിട്ട് ഫില്ലിംഗ് ആക്കിയിട്ട് നിറച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിരുന്നത്.
ഇതിപ്പോൾ നമ്മളൊരു 15-20 മിനിറ്റോളം നമ്മളിതൊന്ന് ആവി കയറ്റി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഉണ്ടപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ഈ ഒരു മഴക്കാലത്ത് നമുക്ക് ചൂട് ചായയുടെ കൂടെ ഈ ഒരു ചൂട് ഉണ്ടപ്പുട്ടും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ ചോറിൻ്റെ കൂടെയൊക്കെ വറുത്തെടുത്തിട്ടുള്ള ചെമ്മീനോ കക്കയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. ഇനിയിപ്പോൾ എരിവൊന്നും അധികം കഴിക്കാത്ത കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തേങ്ങയും പഞ്ചസാരയൊക്കെ ചേർത്തിട്ട് കഴിഞ്ഞാലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്